പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് ദുൽഹിജ്ജ 9 അറഫാ ദിനം. ഈ സുദിനത്തിന് അറഫാ ദിവസം എന്ന നാമകരണം ഉണ്ടാകാനുള്ള കാരണം മഹാന്മാരായ മുഫസ്സിറുകളും ഇമാമുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൗമു അറഫ. എന്താണ് അറഫ? അൽ അറഫത്തു മിനൽ മഅരിഫത്തി. മഅരിഫത്ത് എന്ന അറബ് മൂലധാതുവിൽ നിന്നാണ് അറഫ എന്ന പേര് വന്നത്. മഅരിഫത്ത് എന്നാൽ എന്താണ്? അറിവ്, ആത്മജ്ഞാനം എന്നൊക്കെയാണ് മഅരിഫത്തിൻ്റെ മീനിങ്. യൗമു അറഫ, അറിഞ്ഞ ദിവസം, ആത്മജ്ഞാനത്തിൻ്റെ ദിവസം എന്നൊക്കെയാണ് അർത്ഥം. എന്തറിഞ്ഞ ദിവസം? എന്തൊക്കെ ആത്മജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവസം? മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെയും സഹധർമ്മിണിയായ ഹവ്വ ഉമ്മയെയും സ്വർഗലോകത്ത് നിന്ന് അള്ളാഹു പുറത്താക്കിയപ്പോൾ ഉപ്പയെയും ഉമ്മയെയും 2 ഭാഗത്തായിട്ടാണ് ഇറക്കിവിട്ടത്. ആസാറുകളിൽ സ്വഹാബാക്കളും താബിഉകളുമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളിയിട്ട് ഭൂമിയിൽ ഇന്ത്യയിലാണ് അള്ളാഹു കൊണ്ടുവന്നിറക്കിയത്. പഴയ ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ അല്ല. ഹവ്വ ഉമ്മയെ ഇറക്കിയത് ഇന്നത്തെ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ്. ജിദ്ദ എന്ന നാമം ജദ്ദ എന്ന നാമം ലോപിച്ചുണ്ടായതാണ്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വല്യുമ്മ. ജദ്ദത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ഉമ്മ എന്നാണ്. മാനവകുലത്തിൻ്റെ മാതാവ്, വലിയ ഉമ്മ, ജദ്ദ. അറബികൾ ഇപ്പോഴും ജിദ്ദ എന്നല്ല, ജദ്ദ ജദ്ദ എന്നാ പറയാ. നമ്മളാ ജിദ്ദ എന്ന് പറയുന്നത്. ഭൂമിയുടെ 2 ഭാഗങ്ങളിൽ ഇറക്കി വിട്ട ഉമ്മയും ഉപ്പയും അന്യോന്യം കാണുന്നതും പരിചയം പുതുക്കുന്നതും പുണ്യ അറഫ മണ്ണിൽ വെച്ചായിരുന്നു. ഉമ്മയും ഉപ്പയും അറിഞ്ഞ് ഒത്തൊരുമിച്ച ഇടം എന്ന നിലയ്ക്ക് ആ മണ്ണിനെ അറഫ എന്ന് വിളിച്ചു. ആത്മജ്ഞാനം എന്താണ്? ഓരോ വർഷവും അറഫ പുണ്യഭൂമിയിൽ സംഗമിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നെത്തുന്ന സത്യവിശ്വാസികൾ ഒരേ മന്ത്രധ്വനികളുമായി, ഒരേ ലക്ഷ്യസാക്ഷാത്കാരം മുന്നിൽ കണ്ട്, ഒരേ വേഷവിധാനത്തോടെ അറഫയിൽ വന്ന് നിൽക്കുമ്പോൾ അവർ അറിയുന്നു, അവർ ഉൾക്കൊള്ളുന്നു, ഞങ്ങളൊക്കെയും ഏക ഇലാഹിന്റെ അടിമകൾ മാത്രം. നിസ്സഹായരായ, സൃഷ്ടാവിലേക്ക് ആവശ്യമുള്ള പടച്ച തമ്പുരാന്റെ ദുർബലരായ അടിമകൾ. ഞങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ അടിമ, നീ ഞങ്ങളുടെ ഉടമ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ദിവസം യൗമു അറഫ. ഈ സുദിനത്തിന്റെ മഹാത്മ്യം വിവരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ താളുകളിൽ വീണ്ടും നമുക്ക് കാണാം, യൗമു അറഫ മിൻ അയ്യാമില്ലാഹ്. ഒരു വർഷത്തിലെ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ ദിവസങ്ങളാണ്. ഒന്നും മറ്റൊരു സൃഷ്ടാവിൻ്റെ ദിവസമല്ല, ഒക്കെ അള്ളാന്റെ ദിവസമാണ്. പക്ഷേ ചില പ്രത്യേക സുദിനങ്ങളെ അയ്യാമുല്ലാഹ്, അള്ളാഹു അവനിലേക്ക് ചേർത്തി അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പറയപ്പെട്ട അള്ളാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞ സുദിനങ്ങളിൽ ഒരു സുദിനമാണ് യൗമു അറഫ, അറഫ ദിവസം. മാത്രമല്ല, അറഫയിലെ സംഗമം ഇന്നലെ കഴിഞ്ഞു. ഹാജിമാർ ആ പുണ്യമണ്ണിൽ, ആ പുണ്യയിടത്തെത്തി
അവിടെ വന്ന് നിലയുറപ്പിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തുള്ള മലക്കുകളോട് അറഫയിൽ സന്നിഹിതരായ ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ കാര്യത്തിൽ അല്ലാഹു അഭിമാനം പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അറഫ സംഗമത്തിന്റെ സുദിനത്തിൽ അല്ലാഹു ആകാശമണ്ഡലങ്ങളിലെ മലക്കുകളോട് അഭിമാനം പറയും. യാ മലായികതി, എൻ്റെ മലക്കുകളെ, ഉൻളുറൂ ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് നിങ്ങളൊന്നു നോക്കൂ. ഖദ് അതൗനി ശഗ്സൻ ഗബ്റാ ലാഹികീൻ, അവരൊക്കെയും സന്യാസവേഷത്തിൽ, മുടി ചീകാതെ, മുടിയിൽ എണ്ണയിടാതെ, ദേഹത്ത് അത്തർ പുരട്ടാതെ, പൊടി പുരണ്ട അവസ്ഥയിൽ സന്യാസവേഷത്തിൽ അവർ വന്നെത്തിയിരിക്കുന്നു. എൻ്റെ അരികിലേക്ക് എന്നിലേക്ക് അവർ വന്നെത്തിയിരിക്കുന്നു. ഖദ് അതൗനി, അവർ എന്നിലേക്കാണ് വന്നിട്ടുള്ളത്. ശഗ്സൻ ഗബ്റാ, പൊടി പുരണ്ട അവസ്ഥയിൽ, പാറിപ്പറക്കുന്ന മുടി, ചടക്കുത്തിയ മുടികളോടെ അവർ എന്നിലേക്ക് വന്നെത്തിയിരിക്കുന്നു. പക്ഷേ ലാഹികീൻ, അവരുടെ വസ്ത്രത്തിൽ യാത്രയുടെ ക്ഷീണമുണ്ട് എങ്കിലും അവരുടെ മുഖങ്ങൾ പ്രതീക്ഷയുടെ സുസ്മേരവദനങ്ങളാണ്. ആകാംക്ഷ വിടർന്ന പ്രതീക്ഷയുള്ള മുഖങ്ങളുമായി അവർ അവിടെ വന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങോട്ടൊന്ന് നോക്കുന്നില്ലേ മലക്കുകളെ? അല്ലാഹു അഭിമാനം പറയും, ഈ സുദിനത്തിൽ ധാരാളം പാപികൾക്ക് നരകമോചനം കൊടുക്കുന്ന സുദിനമാണ്. ഈ സുദിനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്ന്, ആ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടന്ന സുദിനവും കൂടിയാണ് ഈ അറഫ ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല, ചരിത്രപ്രസിദ്ധമായ ഖുതുബത്തുൽ വദാ, പുന്നാര റസൂലിന്റെ വിടവാങ്ങൽ പ്രസംഗം നടന്ന ദിവസമാണിന്ന്. കാര്യമാത്ര പ്രസക്തമായ, ചരിത്രപ്രസിദ്ധമായ, വളരെ വലിയ പ്രാധാന്യമുള്ള പുണ്യ ഹബീബിന്റെ വിടവാങ്ങൽ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ ഇന്ന് പറയാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് അതന്നെയല്ലേ പറയേണ്ടത്. അറഫ ദിവസം 14 നൂറ്റാണ്ട് മുമ്പ് ലോകഗുരു, മാനവകുലത്തിന്റെ നേതാവ്, അംബിയാ മുർസലുകളുടെ അധ്യക്ഷർ, മാനവകുലത്തെ നരകമോചനത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ച അഷ്റഫുൽ ഖൽഖിന്റെ പ്രഖ്യാപനം, അതല്ലേ ഇന്ന് നമ്മൾ അയവിറക്കേണ്ടത്? അതല്ലേ ഇന്ന് നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും? ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ, പ്രസക്തമായ ഭാഗം എന്ന് പറഞ്ഞുകൂടാ, ഓരോ അക്ഷരവും പ്രസക്തമാണ്. പക്ഷേ ചില ഭാഗങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് ഹദീസിന്റെ കിതാബുകളിൽ വിവരിച്ചിരിക്കുന്ന ആ ഖുതുബയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പുതിയൊരു കാര്യം പറയുകയായിരുന്നില്ല റസൂലുള്ളാഹ്. പിന്നെയോ നീണ്ട 23 കൊല്ലങ്ങൾ, വർഷങ്ങൾ പറഞ്ഞതും ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളുടെ സമാഹാരം, രത്നച്ചുരുക്കം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഖുതുബത്തുൽ വദാഇലൂടെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പുതിയത് പറയല്ല, 23 കൊല്ലം പറഞ്ഞതിന്റെ, കാണിച്ചു തന്നതിന്റെ, ചെയ്ത് കാണിച്ചതിന്റെ രത്നച്ചുരുക്കം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. മാനവ മക്കൾക്ക് എക്കാലത്തും അത്യാവശ്യമായ, ഇന്നും ലോകാവസാനം വരെ വരാനിരിക്കുന്ന മനുഷ്യ മക്കൾക്കൊക്കെ വിജയത്തിന്റെ വഴി തെളിയിക്കുന്ന സാരസമ്പൂർണമായ, എന്നാൽ സ്ട്രക്ചർ കുറവായ, മുഖ്തസറായ ഖുതുബ. മുഖ്തസർ എന്നാൽ എന്താണ്? ഖല്ല ലഫ്ളുഹു വകസുറ മഅനാഹു, വാചകങ്ങൾ കുറവാണ്, ആശയം അതിഗംഭീരമാണ്. അർത്ഥഗർഭമായ ഒരു കൊച്ചു പ്രസംഗം. ആ പ്രസംഗം ശ്രവിക്കാൻ സാക്ഷികളായി
100,000 മീതെ മഹാന്മാരായ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ പ്രസംഗം? ഹംദും ഷഹാദത്തും അടക്കമുള്ള പ്രഭാഷണത്തിൻ്റെ പ്രാരംഭ മര്യാദകൾക്ക് ശേഷം അഷ്റഫുൽ ഖൽക്ക് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്. അല്ലയോ മാനവ മക്കളെ, ഞാൻ നിങ്ങളോട് വസിയ്യത്താക്കുന്നു ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിൻ്റെ തഖ്വയുടെ കാര്യം. അവിടത്തെ എല്ലാ പ്രഭാഷണത്തിൻ്റെയും ഉള്ളടക്കം, സകല ഖുതുബകളുടെയും ഇതിവൃത്തം, എല്ലാ പ്രഭാഷണങ്ങളുടെയും ഉള്ളടക്കം, പ്രമേയം, വെള്ളിയാഴ്ച അടക്കം തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ്. അത് പറഞ്ഞു. ഞാനിവിടെ വന്ന് കയറി സർവീസിൽ കയറിയ അന്ന് ആദ്യമായി നിങ്ങളോട് പറഞ്ഞ വിഷയം തഖ്വയാണ്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള സത്യവിശ്വാസിയുടെ ജാഗ്രത, അതാണ് തഖ്വ. അത് ഓർമ്മപ്പെടുത്തി. വഅഹുസ്സുകും അലാ ത്വാഅത്തില്ലാഹ്. തുടർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ നിരന്തരം പ്രേരിപ്പിക്കുകയാണ്. നാളിതുവരെ പ്രേരിപ്പിച്ചവനാണ് ഞാൻ. ഇനിയും ഇതാ ഞാൻ മനുഷ്യകുലത്തെ നോക്കി പറയുന്നു, വഅഹുസ്സുകും അലാ ത്വാഅത്തില്ലാഹ്. അല്ലാഹുവിനെ വഴിപ്പെടാൻ ഞാൻ നിങ്ങളെ നിരന്തരം പ്രേരിപ്പിക്കുകയാണേ. നിരന്തരം അള്ളാഹ്ക്ക് വഴിപ്പെടുക. നിങ്ങൾ നിങ്ങളെ മനസ്സിനോ ശൈത്വാനോ ദുഷിച്ച ജനങ്ങൾക്കോ അല്ല വഴിപ്പെടേണ്ടത്. അലാ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെടണമെന്ന കാര്യം നിരന്തരം ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഈ പ്രേരണയുടെ ഉദാഹരണം മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ മസലീ വമസലുന്നാസ്, എന്റെയും മനുഷ്യരുടെയും ഉദാഹരണം, ഞാനും എൻ്റെ ജനതയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണം കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ, ഒരാളെ പോലെയാണ്. അയാൾ വിളക്ക് കത്തിച്ചു. എണ്ണ വിളക്കാണല്ലോ അന്നുള്ളത്, ഇന്നത്തെ പോലെ സ്വിച്ച് ഇടല്ലല്ലോ. എണ്ണ വിളക്ക് കത്തിച്ചു. ആ ഭാഗം പ്രഭാപൂരിതമായപ്പോ, വെളിച്ചം പടർന്നപ്പോ, ഫജഅലൽ ഫറാശു വൽ ജനാദിബു യഖഅന ഫീഹാ വഹുവ യദുബ്ബുഹുന്ന അൻഹാ. ഒരാൾ വിളക്ക് കത്തിച്ചപ്പോ, അവിടെ വെളിച്ചണ്ടായപ്പോ, പാറ്റകളും പ്രാണികളും ആ വിളക്കിലേക്ക് ഓടി വരികയും അതിൽ വീണ് ചാരമാവുകയും ചെയ്തപ്പോ, വഹുവ യദുബ്ബുഹുന്ന അൻഹാ, ഈ മനുഷ്യൻ ചെയ്യുന്നത് പാവം പ്രാണികളെ, ഈയാം പാറ്റകളെ തടഞ്ഞ് മരണത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വിളക്ക് കത്തിച്ച ഒരു മനുഷ്യനെ പോലെ ഞാൻ. ഞാൻ നിങ്ങൾ നരകത്തിൽ വീഴാതിരിക്കാൻ നിങ്ങളുടെ നടുക്കെട്ടിൽ, അരക്കെട്ടിൽ പിടിക്കുന്നു. ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ ഞാൻ പിടിക്കാണ്, നരകത്തിലേക്ക് നിങ്ങൾ വീഴാതിരിക്കാൻ. വഅൻതും തുഫ്ലിതൂന മിൻ യദി, നിങ്ങൾ എന്നിൽ നിന്ന് വഴുതിപ്പോയി നരകത്തിൽ വീഴാണ്. ഇതാണ് ഞാൻ അള്ളാന്റെ ത്വാഅത്തിലേക്ക് വിളിക്കുക, സ്വർഗത്തിലേക്ക് വിളിക്കുക. പലരും എൻ്റെ പിടുത്തം വിട്ടിട്ട് നരകത്തിലേക്ക് വഴുതി വീഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് അമ്മാ ബഅദ് അയ്യുഹന്നാസ്, ഇത്ര പറഞ്ഞതിനു ശേഷം, ജനങ്ങളെ, ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണേ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങൾ ചെവി കൂർപ്പിച്ച് മനസ്സ് തുറന്ന് കേൾക്കണേ. എന്തുകൊണ്ട്? ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. എന്തുകൊണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മുമ്പൊന്നുമില്ലാത്ത ശ്രദ്ധ, ജാഗ്രത ഞാൻ പറയുന്ന വാക്കിലേക്ക് നിങ്ങൾക്ക് വേണം. എന്തുകൊണ്ട്? എനിക്കറിയില്ല. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ കൊല്ലത്തിനു ശേഷം ഇങ്ങനെ നിങ്ങളെ എനിക്ക് കാണാനും ഇவ்விதം പ്രസംഗിക്കാനും പറ്റുമോ എന്നെനിക്കറിയില്ല. എൻ്റെ അറിവ് അതിന് സാധിക്കില്ല എന്നതാണ്. അതേ, പരോക്ഷമായ ഒരു യാത്രാമൊഴിയാണ് ഇവിടെ നടക്കുന്നത്. വെട്ടി തുറന്ന് പറഞ്ഞില്ല, അടുത്തല്ല ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല.
എൻ്റെ ധാരണ ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ, ഇക്കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ എനിക്ക് കാണാൻ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ശരിയായിരുന്നു. ഈ പ്രഭാഷണം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് ജീവിച്ചത് 3 മാസം മാത്രം. ദുൽഹിജ്ജ 9-നല്ലേ ഈ പ്രസംഗം നടക്കുന്നത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12-ന് പുണ്യ റസൂലിൻ്റെ വഫാത്തായിരുന്നു. 3 മാസം മാത്രം. ഇത്രയും പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും പ്രസക്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. എക്കാലത്തേക്കും പ്രസക്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. പിന്നെ ദുൽഹിജ്ജ 9 അറഫാ ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല, മുസ്ലിമൂൻ എന്നല്ല, ജനങ്ങളെ, മാനവരെ. ഇന്ന ദിമാഅക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവനുകൾ, നിങ്ങളുടെ രക്തങ്ങൾ, വഅറാലക്കും, നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ, നിങ്ങളുടെ മാനാഭിമാനങ്ങൾ, വഅംവാലക്കും, നിങ്ങളുടെ വിഭവങ്ങളും സമ്പാദ്യങ്ങളും, ഹറാമുൻ അലൈക്കും, പവിത്രമാണ് മക്കളെ, പവിത്രമാണ്. ഇലാ അൻ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ, അതേ ലോകാവസാനം വരെ മനുഷ്യകുലമേ, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ ആത്മാഭിമാനവും പവിത്രമാണ്, പവിത്രമാണ്, പരിഭാവനമാണ്. ഏതുപോലെ കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ മാസത്തിൽ, ഈ സുദിനത്തിൽ, ഈ സ്ഥലത്തിന് എത്ര മഹത്തുണ്ട്. ഈ സ്ഥലത്തിന് എന്ത് മഹത്തുണ്ട്, ഈ ദിവസത്തിന് എന്ത് മഹത്തുണ്ട്. ഈ മാസത്തിന്, ദുൽഹിജ്ജ മാസം, അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളിൽ ഏറ്റവും പോരിശയുള്ള അഫ്ളലുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ള മഹത്വമുള്ള ദിവസം ഏതാ? യൗമു അറഫ, അറഫ ദിവസമാണെന്ന് ഖാല റസൂലുള്ളാഹി. റമളാനിൽ ഇതുപോലത്തെ ഒരു ദിവസമല്ല. അഫ്ളലുൽ അയ്യാം യൗമു അറഫ. ഈ ദിവസം, ഈ പ്ലേസ്, അറഫ മണ്ണ്, ഈ മാസം, ഇതിനെത്ര പവിത്രതയുണ്ട്, എത്ര ആദരവുണ്ട്. അതുപോലെ പവിത്രമാണ് മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ അഭിമാനം, മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ സമ്പാദ്യം. ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ. മറ്റൊരിക്കൽ പറഞ്ഞത് ഇബ്നു മാജയിൽ കാണാ, ഇതിനേക്കാളൊക്കെ മഹത്വം ഒരു മുഅ്മിനിന്റെ ആദരവാണ്, ഒരു മുഅ്മിനിന്റെ ഹുർമത്താണ്. ഇതിനേക്കാൾ മഹത്വം എന്ത്? കഅബാലയത്തേക്കാൾ. കഅബ എത്ര മഹത്താ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പുണ്യ ഹബീബ് തവാഫ് ചെയ്യുക, ഞങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് വലയം വെക്കുന്നത്. റുക്കുനുൽ യമാനിയിൽ എന്ത് ചെയ്യുന്നു, ഹജറുൽ അസ്വദിൽ ഞാൻ ശ്രദ്ധയോടെ. മുത്തബി സുന്നൻ, സുന്നത്തിനെ അക്ഷരം പ്രതി ഒപ്പിയെടുക്കത്ത സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഓമനപുത്രൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുക, മത്താഫിന്റെ കുറച്ച് അകലെ നോക്കുമ്പോ അള്ളാന്റെ റസൂൽ തവാഫിനിടെ കഅബാലയത്തെ നോക്കി പറയാണ്, മാ അത്യബകി വഅത്യബ റീഹകി വമാ അഅലമകി വഅഅലമ ഹുർമതകി. കഅബാ മന്ദിരമേ, നിന്നെ ഇത്ര മനോഹരമാക്കിയ വസ്തുത എന്താ? നീ എത്ര നല്ലതാ കഅബാലയമേ. വഅത്യബ റീഹകി, നിനക്കെന്തൊരു സൗരഭ്യമാണ്, നിനക്കെന്തൊരു സുഗന്ധമാണ്. അവിടെ സുഗന്ധം പൂശും. ഇന്നും അങ്ങനെയാണ്. വില കൂടിയ അത്തറാണ് പോലീസുകാർ ആ കില്ലയിൽ കൊന്ന് തൂക്കുന്നത്. എന്തൊരു പരിമളമാണതിന്. എന്റെ അടുത്ത് എന്നാൽ തന്നെ അന്നും അത്തർ തൂത്തിരുന്നു. വഅത്യബ റീഹകി, എന്ത് സുഗന്ധമാണ് കഅബാലയമേ നിനക്ക്. വമാ അഅലമകി, നിന്റെ മഹത്വം എത്ര വലുതാണ്. മാ അഅലമ ഹുർമതകി, ഇത്ര വലിയ മഹത്വം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്രയൊക്കെ പറഞ്ഞ റസൂലുള്ളാഹി പിന്നെ പറയാ, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ അധികാരം ഏതൊരു ശക്തിയുടെ കരങ്ങളിലാണോ ആ തമ്പുരാനെ തന്നെ സത്യം.
ലഹുറുമത്തുൽ മുഅ്മിനി, കഅബാലയത്തെ ചൂണ്ടി പറയാ, ലഹുറുമത്തുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ പവിത്രത, ആദരവ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെക്കാൾ പവിത്രതയും ആദരവും കഅബാ മന്ദിരമേ ഒരു മുഅ്മിനായ മനുഷ്യനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം, ആധുനിക ലോകം മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള യുദ്ധങ്ങൾ, 20-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ യുദ്ധം 21-ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ടപ്പോ ഇപ്പോൾ കാണുന്ന യുദ്ധങ്ങൾ നമുക്കറിയാം. ചരിത്രം, 2-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു വീണ മനുഷ്യ മക്കളുടെ എണ്ണം 6 കോടിക്ക് മീതൻ. 6 കോടിയിലധികം മനുഷ്യന്മാരാ 2-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചത്. ഇപ്പോഴും പലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേൽ കാബാലികന്മാർ നരനായാട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബിട്ടും പട്ടിണിക്കിട്ടും പാവപ്പെട്ട നിസ്സഹായരായ പലസ്തീനി മക്കളെ കൊന്നുകൂട്ടുകയാണ്. ഇപ്പോൾ തുടങ്ങിയ ഈ യുദ്ധം, 1 വർഷത്തിനപ്പുറം തുടക്കം കുറിച്ച യുദ്ധത്തിൽ 1,00,000-ലധികം ആളുകളാണ് പലസ്തീനിൽ നിന്ന് മാത്രം വധിക്കപ്പെട്ടത്. അതിൽ കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളും. ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ? ഇപ്പൊ വരുന്ന വാർത്ത എന്താണ്? നിലവിൽ ഒരു അച്ചാറ് പോലെ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ആഹാരം, ഭക്ഷണ വിതരണവും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അമേരിക്കയും ഭക്ഷണ വിതരണം നിർത്തലാക്കിയിരിക്കുന്നു. നമ്മളൊക്കെ നാളെ വയറ് നിറച്ച് ആഹാരം കഴിച്ച് ഏമ്പക്കം വിടുമ്പോ പട്ടിണി മാറ്റാൻ ഗതിയില്ലാത്ത പലസ്തീനിലെ കുരുന്നുകൾ ഒരു പിടി ആഹാരത്തിന് വേണ്ടി കരയുന്ന കാഴ്ച കാണുന്നു അവിടത്തെ മാതാപിതാക്കൾ. നമ്മുടെ മക്കൾ ഇന്നിന്റെ രാത്രിയിൽ സായം സന്ധ്യയിൽ പൂത്തിരിയും മത്താപ്പും കത്തിക്കുന്നത് കാണാൻ അത് ചോദിക്കുമ്പോ അവിടത്തെ പെൺകൊടികൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഉപ്പ വധിക്കപ്പെട്ടിരിക്കുന്നു, ഇക്കാക്ക ഷഹീദായി പോയിരിക്കുന്നു. കുരുന്നു മക്കളോട് ഉള്ള ബാക്കിയുള്ള രക്ഷിതാക്കൾ പറയുന്നത് വാപ്പച്ചി സ്വർഗത്തിലേക്ക് പോയി എന്നാണ്, ഇക്കാക്ക സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. 8ഉം 6ഉം 7ഉം വയസ്സുള്ള കുഞ്ഞുമക്കൾ ഉമ്മമാരോട് ചോദിക്കുന്നത് അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് ഉമ്മ എന്നാ നമ്മൾ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. സർവേശ്വരനായ അല്ലാഹ്, സർവാധിപത്യമുള്ള അല്ലാഹ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ വേദന ഞങ്ങളുടെ വേദനയാണ്. അല്ലാഹുവേ, അവർക്ക് ഷഹാദത്തിന്റെ പുണ്യം കൊടുക്കണമേ, അവർക്ക് സ്വർഗം കൊടുക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിൽ തന്നെ ഒരു വിജയം ഞങ്ങൾക്കും അവർക്കും നീ കാണിക്കണമേ അല്ലാഹ്. ഈ പുണ്യദിനത്തിൽ ഞങ്ങൾ കണ്ണീർ വാർത്തുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുകയാണ്. എന്താവശ്യത്തിനായി യുദ്ധം? റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നു. എന്താ ആവശ്യം? യൂറോപ്പും റഷ്യയും തമ്മിലുള്ളൊരു ഈഗോ പ്രശ്നം. ഇപ്പൊ റഷ്യയിൽ എത്രണ്ണ കാഞ്ഞു പോയത്? യുക്രൈനും റഷ്യയും അവരുടെ ആൾനാശത്തിന്റെ കണക്ക് കൃത്യമായി പുറത്തു വിടുന്നില്ല. എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ഇരുപക്ഷത്തുമായി 10,000-കണക്കിന് 1,00,000-ൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലത്തെ ഒരു ദിവസം 14 നൂറ്റാണ്ട് മുമ്പ് അയ്യുഹന്നാസ്, മാനവകുലമേ, മനുഷ്യവർഗമേ, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ രക്തവും പരിപാവനമാണ് മറ്റെന്തിനേക്കാളും എന്ന പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് പറയുന്നു, ഫമൻ കാനത് ഇൻദഹു അമാനത്തുൻ ഫല്യുഅദ്ദിഹാ, നിങ്ങളുടെ പക്കൽ വല്ല അമാനത്തുമുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടണം. അമാനത്തൊക്കെ അമാനത്താ. നമ്മുടെ ജീവിതം അല്ലാഹു തന്ന അമാനത്താണ്. നമ്മുടെ മക്കൾ അല്ലാഹു നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. നമ്മുടെ സഹധർമ്മിണി നമുക്കുള്ള അമാനത്താണ്. ഒക്കെ അല്ലാഹു ഏൽപ്പിച്ചതാണ്. അല്ലെങ്കിൽ പടപ്പുകൾ ഏൽപ്പിച്ചതുണ്ടാവും. അത് അതിന്റെ മേഖലയിൽ വിനിയോഗിക്കുകയും ഉപയോഗപ്പെടുത്തുകയും അല്ലാഹു പറഞ്ഞ വിധത്തിൽ വിനിയോഗിക്കുകയും ചെയ്യുക എന്ന് തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.
അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്ന റിബൽ ജാഹിലിയത്തി മൗദൂഉൻ, ജാഹിലിയ കാലത്തുള്ള സകല പലിശയെയും ഞാനിതാ ഇവിടെ ചവിട്ടിത്താഴ്ത്തുന്നു, ഞാനിതാ ഇവിടെ ദുർബലപ്പെടുത്തുന്നു. നിങ്ങൾക്കൊക്കെ പലിശയുടെ ഇടപാടുണ്ടായിരുന്നു, ഈ ദിവസം സർവ പലിശകളെയും ഞാനിതാ ബാൻ ചെയ്യുന്നു. നിങ്ങൾ പേടിക്കണ്ട. പലിശക്ക് പൈസ കൊടുത്ത ആൾക്കാരുണ്ടെങ്കിൽ പേടിക്കണ്ട. ഫലക്കും റുഊസു അംവാലിക്കും, നിങ്ങൾ കൊടുത്ത പൈസ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് തിരിച്ചു മേടിക്കാം. നിങ്ങൾ കടം കൊടുത്ത പൈസ ഉണ്ടല്ലോ അത് നിങ്ങൾ മേടിച്ചോ. ലാ തള്ളിമൂന വലാ തുല്ലമൂൻ, അക്രമം കാണിക്കും വേണ്ട, നിങ്ങൾ അക്രമത്തിന് വിധേയരാകണ്ട. മൂലധനം മേടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്രമത്തിന് ഇരകളായല്ലോ, അത് വേണ്ട. നിങ്ങൾ ഒരാളെ പലിശ മേടിച്ച് ആക്രമിക്കും വേണ്ട, നിങ്ങളെ മൂലധനം നഷ്ടപ്പെട്ട് നിങ്ങൾ ആക്രമിക്കപ്പെടുകയും വേണ്ട. തീർന്നില്ല. വ ഇന്ന ദിമാഅൽ ജാഹിലിയത്തി മൗദൂഅത്തുൻ, ഈ ദിവസത്തിന്റെ മുമ്പ് ജാഹിലിയ കാലത്തുള്ള രക്തം, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, അതൊക്കെ ഞാൻ ഇവിടെ ഈ മണ്ണിൽ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. അന്ന് കൊന്നതിന് ഇനി പകരം ചോദിക്കരുതേ, അന്ന് കൈ തല്ലി ഒടിച്ചതിന് ഇനി പകരം ചോദിക്കരുതേ, അന്ന് രക്തം ചീറ്റിയതിന് ഇനി പകരം ചോദിക്കരുത്. എല്ലാ പ്രതികാര നടപടികളും ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രതികാര നടപടിക്കും ആരും പോകരുതേ. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കൾ, സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് വലാ യഹില്ലു ലിംരിഇൻ മാലുൽ ലിഅഖീഹി ഇല്ലാ അൻ തുയിബി നഫ്സിൻ മിൻഹു, ഒരാളുടെ സ്വത്തും ആ ആളുടെ സമ്പൂർണ്ണ അനുവാദവും തൃപ്തിയുമില്ലാതെ പിടിച്ചടക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. മറ്റൊരാളുടെ സ്വത്ത് ഇല്ലാ അൻ തുയിബി നഫ്സിൻ മിൻഹു, നല്ല ഫ്രഷായ മനസ്സ്, സന്തോഷത്തോടുകൂടെയല്ലാതെ നിങ്ങൾ പിടിച്ചടക്കുകയോ വാങ്ങുകയോ ചെയ്യരുതേ. അല്ലാഹുമ്മ ഷ്ഹദ് അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, ഇരുകരങ്ങളും ഉയർത്തി അലാ ഹൽ ബല്ലഗ്തു, അറിയുക ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ ജനമേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ? അവർ അതെ. അല്ലാഹുമ്മ ഷ്ഹദ്, പടച്ചോനെ നീ സാക്ഷിയാകണമേ, എന്റെ ഉത്തരവാദിത്ത നിർവഹണ കാര്യത്തിൽ നീ സാക്ഷിയാകണമേ തമ്പുരാനെ. തുടർന്ന് ഏറ്റവും വലിയ മാനവികതയാണ് പറയുന്നത്. അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹ് ഒന്നാ. വ ഇന്ന അബാക്കും വാഹിദുൻ, നിങ്ങളുടെ ബാപ്പ ഒന്നാ. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആ ആദമാണെങ്കിൽ മണ്ണിൽ നിന്നുമാണ്. നിങ്ങൾ ആരും ഗർവ് നടിക്കരുതേ. നിങ്ങൾക്ക് ഈഗോ വേണ്ട, പൊങ്ങച്ചം വേണ്ട, ദുരഭിമാനം വേണ്ട, അഹങ്കാരം വേണ്ട. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു മഹത്വവും ശ്രേഷ്ഠതയുമില്ല. അന്ധമായ ദേശീയ വികാരത്തിന്റെ അടിവേരറുത്ത പ്രഖ്യാപനം. ആധുനിക പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ധമായ ദേശീയത. ഇതിപ്പോ ഇന്ത്യയിലുണ്ട് അല്ലേ? നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വികാരാണ്, ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരാണ്, ഇത് വേണം എന്ന് വെച്ച് ഒരു ചൈനക്കാരങ്ങനെ കാണുമ്പോഴത്തിന് ശത്രുത, ഇനി ഒരു പാകിസ്ഥാനെ കാണുമ്പോൾ തന്നെ ശത്രുത. അത് വേണ്ട. ഇന്ത്യയെ ചൊറിയാൻ വന്ന പാകിസ്ഥാനൻ നമ്മുടെ പാകിസ്ഥാനി നമ്മുടെ ശത്രുവാണ്, അവനെ കൈകാര്യം ചെയ്തേ പറ്റൂ. ഒരു പാവം നിരപരാധിയായ ഒരു പാകിസ്ഥാനി പെൺകുട്ടി നമ്മളെ ശത്രുവാണോ? എന്തിനത്? മാനവികതയല്ലേ വേണ്ടത്? അന്ധമായ ദേശീയ വികാരം അത് വേണ്ട, അത് വേണ്ട. മാനവകുലം ഒന്ന്, ഒരു നാടെന്ന നിലയ്ക്ക്, രാഷ്ട്രമെന്ന നിലയ്ക്ക്, രാഷ്ട്രക്കാരെന്ന നിലയ്ക്ക് കമ്മിറ്റ്മെന്റും വികാരവും താല്പര്യമൊക്കെ ഓക്കെ, പക്ഷെ അന്ധമായ ദേശീയത അത് വേണ്ട. അറബ് സമൂഹമേ, അനറബികളെക്കാൾ നിങ്ങൾക്കൊരു മഹത്വവുമില്ല. വെളുത്തവരെ, കറുത്തവരെക്കാൾ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. അധികാരി വർഗമേ, പാവപ്പെട്ടവരെക്കാൾ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. ഉടമകളായ യജമാനന്മാരെ, അടിമകളെക്കാൾ ഒരു സ്ഥാനം നിങ്ങൾക്കില്ല. പണക്കാരെ, പണിക്കാരെക്കാൾ ഒരു ഉന്നതമായ സ്ഥാനം നിങ്ങൾക്കില്ല. എല്ലാം മാനവ മക്കളാണ്, മനുഷ്യരാശിയാണ്. നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം
തൊലി നിറമോ സമ്പാദ്യമോ അധികാരമോ ഒന്നുമല്ല. തഖ്വ മാത്രമാണ്. തുടർന്ന് പറഞ്ഞത് ഒട്ടുമിക്ക കുടുംബങ്ങളിൽ നടക്കുന്ന കലാപത്തിന്റെ കാരണമാണ്. അന്ന് അറഫയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഖസ്സമ ലികുല്ലി വാരിസിൻ നസീബഹു, എല്ലാ അനന്തരാവകാശികൾക്കും അവരുടെ വിഹിതം അള്ളാഹു കണക്കാക്കി പറഞ്ഞു തന്നിരിക്കുന്നു. ബാപ്പ മരിച്ചാൽ മക്കൾ 5, 3 ആണ് 2 പെണ്ണ്. ആണിനെത്ര പെണ്ണിനെത്ര പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഖദ് ഖസ്സമ, തീർച്ചയായും അള്ളാഹു കൃത്യമായി ഡിവൈഡ് ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നു, ഓഹരിയായി പഠിപ്പിച്ചിരിക്കുന്നു. ലികുല്ലി വാരിസിൻ മീറാസഹു, ഓരോ അനന്തരാവകാശിക്കും സ്വത്തിന്റെ എത്ര ഭാഗമുണ്ടെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ സ്വത്ത്, മരിച്ചുപോയ പിതാവിന്റെ സ്വത്ത് നിങ്ങൾ ഓഹരി വെച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, റസൂലുള്ള തുടർന്ന് പറയാണ്, അന്നത്തെ പ്രസംഗത്തിൽ സ്വത്തി ഓരിക്കണ കേസും പറഞ്ഞു, സ്വത്ത് എങ്ങനെ ഓരി വെക്കണം എന്ന് പറഞ്ഞോന്ന്. വലാ യജൂസു ലിവാരിസിൻ അൽ വസിയ്യത്തു, അതുകൊണ്ട് അനുവദനീയമല്ല, ശരിയല്ല. ലിവാരിസിൻ, കൃത്യമായ വിഹിതമുള്ള അനന്തരാവകാശികളുടെ കാര്യത്തിൽ അൽ വസിയ്യത്തു, മരിക്കാൻ പോണ വ്യക്തി വസിയ്യത്ത് പറയൽ ശരിയല്ല. എന്ന് വെച്ചാൽ, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ എനിക്ക് 5 മക്കളാ, ഒരു മോളും 4 ആൺമക്കളാണ്. അവിടെ എത്ര ആർക്കൊക്കെ കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹ് ഓഹരി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയാം, മോൾക്ക് ഇത്ര, ഈ മോന് ഇത്ര, ആ മോന് കൊത്ര എന്ന് ഞാൻ പറയാം വസിയത്തായിട്ട്. ഇത് വേണ്ട. ലാ യജൂസു ലിവാരിസിൻ അൽ വസിയത്തു, അനന്തരാവകാശികൾക്ക് കൃത്യമായ കണക്കല്ല പറഞ്ഞിട്ടുണ്ട്. ആ കണക്കിനെ അതിജയിക്കും, ഓവർടേക്ക് ചെയ്യുന്ന വിധത്തിൽ വസിയത്ത് പറയാൻ പാടില്ല. കാരണം മൂത്ത പുള്ള എന്റെ വാലായി നടന്ന പുള്ളേ, അതുകൊണ്ട് സ്വത്ത് ഇച്ചിരി ഓനങ്ങട്ട് കൊടുക്കണം, പറ്റൂല. ഇത് അല്ലാഹുവിന്റെ തീരുമാനത്തെ ധിക്കരിക്കലാണ്. അല്ലെങ്കിൽ ഒരാൾ മരിക്കാൻ നേരത്തെ ഒരു ഏക മകളെ ഉള്ളൂ, ഒരു മോള് മാത്രമേ ഉള്ളൂ, കെട്ടിയോളുണ്ട്. കെട്ടിയോൾക്ക് 8-1 കിട്ടും. ഈ ഒരു മോൾക്ക് എത്ര കിട്ടാം? മൊത്തം സ്വത്തിന്റെ പകുതി കിട്ടും. പിന്നുള്ള ഏതാണ്ട് പകുതിയോളം ഭാഗം ചേട്ടനനിയന്മാർക്കും ചേട്ടത്തി അനിയത്തിന്മാർക്കും പോകും. അപ്പൊ ഷുക്കൂർ വക്കീൽ ചെയ്തതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒന്നും കൂടിയാണ് കല്യാണം കഴിക്കുക. എന്നാ പിന്നെ ശരീഅത്തുനിന്ന് കഴിച്ചിലാകാലോ. ഇതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ലാ യജൂസു ലിവാരിസിൻ അൽ വസിയ്യത്തു. അള്ളാഹുവിന്റെ കിതാബിൽ കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പിന്നെ ഈ കിട്ടാൻ പോണ ആളുകളുടെ അവകാശത്തിൽ വസിയ്യത്ത് പറയരുത്. അതിന്റെ ആവശ്യമില്ലാതെ അംഗീകരിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ അന്ന് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, വലാ യജൂസുൽ വസിയ്യത്തു ഫീ അക്സറ മിൻ സുലുസിൻ. മക്കളൊക്കെ തല തെറിച്ച മക്കളാ, തന്തനെ തിരിഞ്ഞു വെക്കാത്ത മക്കളാ. എന്നാ പിന്നെ കിടക്കട്ടെ, ഒക്കെ എത്തിങ്കാനൊക്കെ എഴുതി കൊടുത്തേക്കാം, വസിയ്യത്താക്കാം. അത് പറ്റൂല. 3 ലക്ഷം റുപ്യാണ് സ്വത്ത് ഉള്ളതെങ്കിൽ മാക്സിമം 1 ലക്ഷം കൊടുക്കാം, 1/3. അതിനപ്പുറത്തേക്ക് യത്തീം മക്കൾക്കായാലും പള്ളിക്കായാലും ആർക്കായാലും വസിയ്യത്ത് പറയാൻ വകുപ്പില്ല. വലാ യജൂസു, അനുവദനീയമല്ല, ശരിയല്ല. എന്ത്? അൽ വസിയ്യത്തു ഫീ അക്സറ മിൻ സുലുസിൻ, മൊത്തം സ്വത്തിന്റെ 1/3 വസിയ്യത്ത് പറയാനും പാടില്ല. അലാ ഹൽ ബല്ലഗതു, ഞാൻ എത്തിച്ചു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഇതൊക്കെ കേൾക്കാത്തതിന്റെ കുഴപ്പം മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തിലും ആവശ്യത്തിന്റെ അപ്പുറമുണ്ട് കൂട്ടരെ. അന്ന് പറഞ്ഞതാണ് ഇതൊക്കെ. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി. അയ്യുഹന്നാസ്, തുടർന്ന് പറയുന്നു, പിന്നെ സ്ത്രീ ജനങ്ങളുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. ഇന്നലി നിസായിക്കും അലൈക്കും ഹഖ്ഖാ വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ. സ്ത്രീ ജനങ്ങളുടെ കാര്യം. ഇസ്ലാമിനെ പോലെ പെണ്ണിന് ആദരവ് നൽകിയ, പവിത്രത നൽകിയ, സ്ഥാനമാനങ്ങൾ നൽകിയ ഏതൊരു പ്രത്യയ ശാസ്ത്രമാണ് ലോകത്തുള്ളത്? ഇല്ല. ഇന്നും പ്രസക്തമാണ്. മുത്ത് റസൂൽ അന്ന് പറയാണ്, നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്നു,
മഹറും കൊടുത്തിട്ട് കെട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ അടിമപ്പണി എടുത്ത് നരകിപ്പിക്കാനുള്ള മുതലല്ല പെണ്ണുങ്ങള്. അതാ പറഞ്ഞത്. അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ബാധ്യതയുള്ളതുപോലെ അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചും ബാധ്യതയുണ്ട്. ഏകപക്ഷി എന്റെ കെട്ടിയോള് പറഞ്ഞ ഞാൻ കെട്ടിക്കൂട്ടി കയ്യും കാലും കെട്ടിട്ടോളല്ലേ, നടക്കൂലത്. നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ചില അധികാരമുണ്ട്, സത്യാണ്. അവർക്ക് നിങ്ങളിലും ചില അധികാരങ്ങളും അത് അവകാശങ്ങളുമുണ്ട്. അത് തിരിച്ചും നിങ്ങൾ വകവെച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഒരു വചനത്തിലൂടെ മഹ്റ് കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നഹുന്ന ഇൻദകും മവാനിൻ. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണേ എന്ന് ഞാൻ വസിയത്താക്കുന്നു. അവർ നിങ്ങളുടെ അരികിൽ വീട്ടിൽ ബന്ധനത്തിലാണ്. ശരി, നിങ്ങൾ ആ ബന്ധനത്തിൽ അവരിട്ട് മെരിക്കാനോ അടിച്ചൊതുക്കാനോ ബലാത്കാരത്തിലൂടെ കീഴ്പ്പെടുത്താനോ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ പാതിയും പങ്കാളികളുമാണ്. പെണ്ണിന്റെ അവകാശമാണ് പറഞ്ഞത്. അയ്യുഹന്നാസ് അലാ ഫഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ നാഥനെ ആരാധിക്കുവീൻ. വസൂമു ശഹ്റക്കും, റമളാൻ മാസത്തിലെ നോമ്പ് നിങ്ങൾ പിടിക്കുവീൻ. വസല്ലു ഖംസക്കും, 5 നേരം നിസ്കരിക്കുവീൻ. വഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ ധനത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുവീൻ. ത്വയ്യിബതൻ ബിഹാ അൻഫുസുക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അള്ളാഹനെ ആരാധിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വിൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ത്വയ്യിബതൻ ബിഹാ അൻഫുസുക്കും, നല്ല മനസ്സംതൃപ്തിയോടെ, റാഹത്തോടെ. ഇന്ന് സുബഹി റാഹത്തോടെ നിസ്കരിച്ച എത്ര ആളുണ്ട്? നിസ്കരിച്ചവരെത്ര ആളുണ്ട്? ഇന്ന് നോമ്പുണ്ടല്ലോ, സുന്നത്ത് നോമ്പ്, റാഹത്തോടെ ആവേശത്തോടെ ത്രില്ലടിച്ച് നോമ്പ് പിടിച്ചവരാരുണ്ട്? ഹാജിമാർക്കല്ലാത്തവർക്കൊക്കെ സുന്നത്തന്ന്. നമ്മൾ ഹജ്ജിന് പോയിട്ടില്ല, കെട്ടെ ത്യാഗം, ആവേശർക്കുണ്ടായത്. ത്വയ്യിബതൻ ബിഹാ അൻഫുസുക്കും, സ്വതക്ക കൊടുക്കുമ്പോ ത്രില്ലടിച്ച് കൊടുക്കുന്നവരാരാ? അങ്ങനെ കൊടുക്കണം. വഅതിഉ ഉമറാഅക്കും, നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മാത്രമല്ല, കുടുംബനാഥനെ കുടുംബക്കാർ അംഗീകരിക്കണം. മഹല്ല് ജമാഅത്തിന്റെ ലീഡർഷിപ്പിനെ മഹല്ല് അംഗങ്ങൾ അംഗീകരിക്കണം. അനിസ്ലാമികത പറഞ്ഞാൽ അംഗീകരിക്കണം എന്നല്ല. ഉദുഹിയത്തിന്റെ അറിവ് ഇന്ന ഭാഗത്തിട്ട അതെന്താ അവിടെ അങ്ങോട്ടാക്കാൻ, എവിടെ ആക്കിയാലും ചോദ്യം ചെയ്തൂടെ? അതൊക്കെ അനുസരിക്കുക. ഉമറാഅക്കും, നിങ്ങളെ അമീറന്മാരെ നിങ്ങൾ അനുസരിക്കുക. ഹലാലായ കാര്യത്തിലും നല്ല കാര്യത്തിലും അനുസരിച്ചു കൊടുക്കുക. തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. എന്നിട്ട് പറയാ തറക്തു ഫീക്കും അംറൈൻ, ഞാൻ പോവാൻ പറയാതെ പറയാമല്ലോ. 2 സാധനം നിങ്ങൾക്ക് വേണ്ടി ഇട്ടേച്ചാ പോകുന്നത്. കിതാബുള്ള, അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ, വസുന്നത്തു നബിയിഹി, ആ അള്ളാഹുവിന്റെ നബിയായ പ്രവാചകന്റെ സുന്നത്തും നിങ്ങൾക്ക് ഇട്ടേച്ച് തരികയാണ്. അതും പറഞ്ഞ് പരിശുദ്ധ ഖുർആനിലെ മാഇദ സൂറത്തിലെ 3-ാമത്തെ ആയത്തോതി. ആ ആയത്ത് കേട്ട സ്വഹാബാക്കൾ, കാര്യം തിരിഞ്ഞ സ്വഹാബാക്കൾ വിതുമ്പി കരയാൻ തുടങ്ങി. എന്താണ് ആ ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅക്മൽതു അലൈക്കും നിഅമതി വഅത്മംതു അലൈക്കും നിഅമതി വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ ജീവിത പന്ഥാവായി, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതമായി ഇസ്ലാമിനെ ഇതാ സമർപ്പിച്ചിരിക്കുന്നു. ഇത് സമ്പൂർണമായ സൊസൈറ്റിയായിട്ട് മാനവ കുലത്തിൻ്റെ മുമ്പാകെ ഇതാ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ദീനിൽ ഇനി ഒന്നും പറയാനില്ല, ഒന്നും പഠിപ്പിക്കാനില്ല. ഈ പ്രഖ്യാപനം കേട്ട കാര്യം തിരിഞ്ഞ സ്വഹാബാക്കൾ കരയാൻ തുടങ്ങി. എന്താ കാര്യം? ഇനി റസൂലുള്ളാഹിക്ക് പണിയില്ല, പണിയില്ലെങ്കിൽ പിന്നെ യാത്രയാണ്. ഈ പ്രഭാഷണത്തിൻ്റെ ഖുതുബയുടെ ചില ഭാഗം മാത്രം ഇനിയുണ്ട്, എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്, സമയം കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിടവാങ്ങൽ ഹജ്ജിൽ നടത്തിയ ആ യാത്രാമൊഴിയുടെ ഭാഗമായി നടത്തിയ ആ ഖുതുബയിലെ സകല നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട്, അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ.